ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ചോക്ലേറ്റ് കേക്കാട്ട് ഉണ്ടാക്കാൻ പോണേ. അതിന് വേണ്ടി ഇതൊരു പഴം പുഴുങ്ങാനിട്ടിട്ട് പോവാണ്. കുക്കറിലിട്ടിക്കണ്. നമുക്ക് കുക്കറൊന്ന് അടച്ച് അടുപ്പത്ത് വെക്കട്ടോ. ആ ഒരു പഴം നല്ലോണം വേവണം കേട്ടോ. പാകമായ പഴമാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ നല്ലോണം പാകമായ പഴമാണെങ്കിൽ നല്ലോണം വെന്ത് നല്ല സോഫ്റ്റായി കിട്ടണം പഴം കേട്ടോ. എന്നിട്ട് ആ പഴം അടുപ്പത്ത് വെച്ച് നമുക്ക് അതിനാവശ്യമുള്ള മുട്ട പൊട്ടിച്ചെടുക്കാം കേട്ടോ. 6 മുട്ട വേണം കേട്ടോ. ഈ ഒരു കേക്കിന് 6 മുട്ടാണ്. അപ്പോൾ 6 മുട്ട നമുക്ക് പൊട്ടിച്ചെടുക്കാം. ആദ്യം ഒന്ന് പൊട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓരോ മുട്ടകളും 3 മുട്ട പൊട്ടിച്ച് 4മത്തവും പൊട്ടിച്ച് 5മത്തവും പൊട്ടിച്ച് അങ്ങനെ നമ്മൾ 6 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. ഒന്ന് ഷെയറും ചെയ്യണേ. ഇനി നമുക്ക് മുട്ട ഒന്ന് നല്ലോണം വിസ്ക് വെച്ചിട്ട് കലക്കിയെടുക്കട്ടോ. ഒരു 200 മില്ലി പഞ്ചസാര ഇടാം. പിന്നെ ഒരു 3 ഏലക്കായ പൊടിച്ച് വെച്ചതിടാം. നമുക്ക് അതിൽ ആവശ്യമായ മൈദ 200 ഗ്രാം മൈദ, ഒരു പിഞ്ച് അപ്പക്കാരം, 1/2 സ്പൂൺ ഉണ്ടാവും കേട്ടോ. അതാണ് അപ്പക്കാരം. നമുക്ക് കൊക്കോ പൗഡർ ഒരു 3 സ്പൂൺ ഇടാം കേട്ടോ. ഒരു 3 സ്പൂണ് അപ്പക്കാരയുടെ കൊക്കോ പൗഡർ ഇടാം കേട്ടോ. അപ്പം അതെല്ലാം കൂടെ ഒന്ന് തരിച്ചെടുക്കുക. അത് നമ്മൾ തരിച്ചെടുത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തേക്കാം കേട്ടോ. കൊക്കോ പൗഡർ, മൈദ, അപ്പക്കാരം. നമുക്ക് ജാറിൽ നമ്മൾ മുട്ട ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പഴം ഇട്ടെടുക്കട്ടെ. ആ പുഴുങ്ങിയ പഴമാണത്. അത് നമുക്ക് അതിനോട് ചേർത്ത് ഇനി ഒരു 200 മില്ലി ഓയിൽ ഒഴിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഓയിൽ, പഞ്ചസാര, മൈദ ഒക്കെ ഒരേ അളവിലെടുക്കണം കേട്ടോ. അപ്പോൾ 200 മില്ലി പഞ്ചസാര ആണ്, 200 മില്ലി ഓയിലാണ്. ഇനി നമുക്ക് 2-3 ഏലക്കായ ഇടാം കേട്ടോ. ഏലക്കട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മളത് അടിച്ചെടുത്ത് ഈ പാത്രത്തിൽ ഇത്തിരി നമുക്കൊന്ന് ഓയിൽ തടവിയിട്ട് അതൊന്ന് അടുപ്പത്ത് ചൂടാകാൻ വേണ്ടി വെക്കട്ടോ. നമ്മളെ പേസ്റ്റൊക്കെ ഒന്ന് റെഡിയാക്കുമ്പോഴത്തേന് അടുപ്പത്തൊരു തട്ട് വെച്ച് നമ്മളടുത്ത് എന്താ ഒരു വേസ്റ്റായ എന്തൊരു പാത്രം ഉണ്ടെങ്കിലും അത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുക്കട്ടോ. എൻ്റെ കയ്യിലൊരു വലിയ തട്ടുണ്ട് കരി പിടിച്ചപ്പോൾ അത് അതിൽ വെച്ച് കൊടുത്തിട്ട്
അതിൻ്റെ മുകളിൽ നമുക്ക് ആ പാത്രം വെച്ചെടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാട്ട വെക്കുന്നത്. അത് വെച്ച് അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ, നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മുട്ടയും പഴമൊക്കെ അടിച്ച് വെച്ചിട്ടില്ലേ, അതും മൈദ, കൊക്കോ പൗഡർ, അപ്പക്കാരൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. വിസ്ക് വെച്ചൊന്ന് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. നമുക്ക് ആ ഫില്ലിങ് ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബാറ്റർ റെഡിയായി നമുക്ക് അത് നമ്മൾ പാത്രത്തിൽ ഒഴിച്ച് നമുക്ക് അതിൻ്റെ ബബിൾസ് പോകാൻ വേണ്ടി ഒന്ന് തട്ടിയെടുക്കാം കേട്ടോ പാത്രം. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയായൊരു കേക്കാട്ടോ, ചോക്ലേറ്റ് കേക്ക്. നല്ല ടേസ്റ്റിയായ കേക്കാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കേക്കപ്പോൾ റെഡി ആയിക്കുന്നു. നമ്മളെ കേക്ക് റെഡി ആയിട്ടോ. ഞാൻ എടുക്കുന്നത് കാണിച്ചിട്ടില്ല, പക്ഷെ അത്